ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ പോയ യുഎസിന്റെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ കാണാതായോ? ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ അതീവ രഹസ്യമായി നടത്തിയ ആക്രമണം വൻ വിജയമായിരുന്നു എന്നായിരുന്നു യുഎസിന്റെ അവകാശവാദം. എന്നാൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോയ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളിൽ ഒന്ന് തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതോടെ യുഎസിന്റെ ഇറാൻ ദൌത്യം പാളി എന്ന തരത്തിൽ അഭ്യൂഹങ്ങളും പരന്നു. B-2 ബോംബറുകൾക്ക് എന്തുപറ്റി എന്ന് തലപുകയ്ക്കുകയാണ് യുദ്ധനിരീക്ഷകർ. ഇറാനെ കബളിപ്പിക്കാൻ പോയ ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കൻ വ്യോമസേനയുടെ ശക്തിയുടെയും സാങ്കേതിക മികവിന്റെയും പ്രതീകമാണ് B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വിമാനമാണിത്. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പറന്ന് അതീവ പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിക്കാൻ കഴിവുള്ള ഈ വിമാനം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലൂടെ ലോക ശ്രദ്ധയും നേടിയിട്ടുണ്ട്. ഓരോ യൂണിറ്റിനും ഏകദേശം $2 ബില്യൺ വിലമതിക്കുന്നു. നിലവിൽ യുഎസിന് 19 B-2 ബോംബറുകൾ മാത്രമാണ് സർവീസിലുള്ളത്. ഇതിൽ ഇറാനിലേക്ക് പോയ ഒന്ന് കാണാതായതായാണ് റിപ്പോർട്ടുകൾ. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് യുഎസ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുമ്പോൾ ഇവിടെ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു ഇറാന്റെ വാദം. ജൂൺ 21-ന് മിസോറിയിലെ വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ നിന്നാണ് യുഎസ് B-2 ബോംബറുകളുടെ 2 സംഘങ്ങളെ വിന്യസിച്ചത്. ഒരു ഗ്രൂപ്പ് ഇറാന്റെ ശ്രദ്ധ വഴിതിരിച്ചുവിടാനായി പസഫിക്കിന് മുകളിലൂടെ പടിഞ്ഞാറോട്ട് പറന്നു. മറ്റൊരു ഗ്രൂപ്പ് 7 ബോംബറുകൾ ഉൾപ്പെടെ കിഴക്കോട്ട് പുറപ്പെട്ടു. അധികം ആശയവിനിമയങ്ങളൊന്നുമില്ലാതെ നിശബ്ദമായായിരുന്നു B-2 വിമാനസംഘം നീങ്ങിയത്. സംഘത്തോടൊപ്പം 125 യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നതായി സംയുക്ത സൈനിക ജനറൽ ഡാൻ കെയ്ൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 18 മണിക്കൂറിനൊടുവിലാണ് സംഘം ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ഇറാന്റെ ഫോർദോ, നതാൻസ് ആണവ സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് പറന്ന ആദ്യ ബാച്ച് വിമാനങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബുകളായ GBU നിക്ഷേപിച്ച് സുരക്ഷിതമായി തിരിച്ചെത്തി. 37 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയ്ക്ക് ശേഷമാണ് വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിലേക്ക് വിമാനങ്ങൾ സുരക്ഷിതമായി മടങ്ങിയെത്തിയത്. യുഎസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ B-2 ആക്രമണവും ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ദൌത്യവുമായിരുന്നു ഇതെന്നും ഡാൻ കെയ്ൻ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇറാനെ കബളിപ്പിക്കാൻ പറന്ന രണ്ടാം ബാച്ച് B-2 ബോംബറുകളുടെ സ്ഥിതി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഇറാനെ വഴിതിരിച്ചുവിടാൻ പോയ ഗ്രൂപ്പിലെ ഒരു ബോംബർ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് ഹവായിലെ ഡാനിയൽ കെ ഇനോവ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയതായാണ് കരുതപ്പെടുന്നത്. ഈ ബോംബർ ഇപ്പോൾ എയർപോർട്ടിൽ നിർത്തിയിട്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ വിവാദവും മുറുകി. മുൻ യുഎസ് എയർഫോഴ്സ് പൈലറ്റ് ഡേവിഡ് മാർട്ടിനാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. യുഎസ് എയർഫോഴ്സ് ഇതുവരെ സംഭവം സ്ഥിരീകരിച്ചിട്ടില്ല. B-2 ബോംബറിനെ ചുറ്റിപ്പറ്റിയുള്ള ആദ്യത്തെ സംഭവമല്ല ഇത്. 2023 ഏപ്രിലിൽ സമാനമായ ഒരു സംഭവത്തെ തുടർന്ന് ഒരു വിമാനം ഹവായിലേക്ക് വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്. ഈ വിമാനം ആഴ്ചകളോളം ഹവായിയിൽ തന്നെ തുടർന്നു. 2022-ൽ മിസോറിയിലെ ഒരു B-2 വിമാനം തകർന്നതിനെ തുടർന്ന് അമേരിക്കയുടെ മുഴുവൻ B-2 ഫ്ലൈറ്റുകളും നിർത്തിവച്ചിരുന്നു. ഏറ്റവും ഗുരുതരമായ അപകടം സംഭവിച്ചത് 2008-ലായിരുന്നു. സ്പിരിറ്റ് ഓഫ് കൻസാസ് എന്ന് വിളിക്കുന്ന ഒരു B-2 ബോംബർ ഗുവാമിലെ ആൻഡേഴ്സൺ എയർഫോഴ്സ് ബേസിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തകർന്നു വീണു. B-2 പൂർണ്ണമായും നശിച്ചെങ്കിലും 2 ജീവനക്കാർ പുറത്തേക്ക് തെറിച്ചു വീണതുകൊണ്ട് രക്ഷപ്പെട്ടു. B-2 സ്പിരിറ്റ് ബോംബറുകൾ യുഎസ് ആണവ പ്രതിരോധ തന്ത്രത്തിലെ പ്രധാന ഭാഗമാണ്. ഇറാൻ ദൌത്യവിജയത്തെപ്പറ്റി വാതോരാതെ പുകഴ്ത്തിയ ട്രംപ് ഈ B-2 കാണാതായ വിവരം പുറത്തുവന്നതോടെ വെട്ടിലായിരിക്കുകയാണ്. യുഎസിന്റെ ദൌത്യത്തിന് മേൽ കൂടുതൽ സംശയങ്ങൾ ഉയരാൻ ഈ സംഭവം ഇടയാക്കി. വിമാനത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതുവരെ ഈ സംഭവം ചർച്ചാവിഷയമായി തന്നെ തുടരും.